ഫെമിനിസം എന്ന് വെച്ചാൽ ആണുങ്ങളോട് തർക്കിക്കുന്നതും അവര് ചെയ്യുന്നതെല്ലാം നമ്മളും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതാണ് 2025 ഇറങ്ങി ഈ ആൺപാവം പൊല്ലാതത് എന്ന മൂവി. ഇതാണ് നമ്മുടെ നായകനും നായികയും ശക്തി ആൻഡ് ശിവ. ഇവർ തമ്മിൽ ഒരു പെണ്ണുകാണൽ ചടങ്ങാണ് നടക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. പെണ്ണ് വന്ന് നോക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ താഴെയാണ് ഇരുന്നത്. അത് കണ്ട നായകനും താഴെ ഇറങ്ങിയിരുന്ന് ഇതാണ് ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ക്രിഞ്ച് ഡയലോഗ് അടിക്കുന്നു. പെൺകുട്ടിയും അത് കേട്ട് ചിരിക്കുന്നു. ശേഷം അവൾക്കൊരു ചെയർ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇവനും മേലെ തന്നെ കയറിയിരുന്നു. അങ്ങനെ രണ്ട് കൂട്ടർക്കും രണ്ടു പേർക്കും ഇഷ്ടമായി മോതിരമൊക്കെ മാറ്റുന്നു. ശേഷം അവർ തമ്മിൽ ഫോൺ സംസാരിച്ച് സ്നേഹിക്കുന്നു. ഒരു ദിവസം കാറിൽ പോകുമ്പോൾ നായകൻ ചോദിക്കുന്നു ഹണിമൂൺ എവിടെ പോകണം എന്നാണ് ചോദിച്ചപ്പോൾ അംബേദ്കർ ജനിച്ച മണ്ണായ പോർബന്ദർ പോകണമെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നായകൻ സഡനായിട്ട് ബ്രേക്ക് അടിച്ച് ഒരു നോട്ടം നോക്കി. ഇവര് ഡ്രസ്സ് എടുക്കാൻ കടയിൽ കയറിയപ്പോൾ അവൾ എന്തെങ്കിലും മോഡേൺ ആയിട്ട് ഡ്രസ്സ് എടുക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ മര്യാദക്കുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടത്. ഇവനും നിനക്ക് മോഡേൺ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോ, എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞു. ഡ്രസ്സ് ഗ്ലാമറിനല്ലല്ലോ, കംഫർട്ടബിളിനല്ലേ എന്ന് അവളും പറഞ്ഞു. അത് കഴിഞ്ഞ് ശിവ ശക്തിയോട് പറയുന്നു എനിക്ക് സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ട്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവളും കുറച്ചു നേരം ആലോചിച്ചിട്ട് എനിക്കും ഒന്ന് തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ള ഒരു വുമൺ ആണ്. ആണുങ്ങൾക്ക് ഈക്വൽ ആയിട്ട് നിൽക്കണം എന്നാണ് ഇവൾക്കും. പക്ഷെ ഇവളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതൊക്കെ ഇവൾ ശിവയോട് പറയുന്നുണ്ട്. അവനും ഇവളെ റാണി പോലെ നോക്കാമെന്ന് പറഞ്ഞ് അവൾക്കൊരു സിഗരറ്റും കൊടുത്തു. അടുത്ത സീനിൽ അവരുടെ കല്യാണം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് പോകുന്നു. അവരും നല്ല ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. നായകൻ ശക്തിയോട് പറയുന്നുണ്ട് ഇത് നിന്റെ വീട്, ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇരിക്കാം, നിന്നെ റാണി പോലെ നോക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് ഒരു ബീറൊക്കെ അടിച്ചിട്ട് 400 വർഷം നിന്റെ കൂടെ ജീവിക്കണമെന്ന് അവൾ പറഞ്ഞതും പവർ കട്ടായി. അടുത്ത സീൻ എങ്ങനെ 400 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇവൻ കോർട്ടിലേക്ക് ഒരു വക്കീലിനെ തേടി വരുന്നു. നാരായണൻ എന്ന ഈ വക്കീലിനെ കണ്ട് സംസാരിക്കുന്നു. അയാളും പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഇവൾ കോഫി ഇട്ട് കുടിക്കുമ്പോൾ എനിക്ക് കോഫി എവിടെയെന്ന് ചോദിച്ചപ്പോൾ കിച്ചണിലുണ്ട്, ഇട്ട് കുടിച്ചോ എന്ന് പറയുന്നു. പക്ഷെ ഇത് അവന് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ശേഷം താലിമാല എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ജോൽ ബോക്സിലുണ്ട്, വെറുതെ എന്തിനാ ഇട്ടിട്ട് എന്ന് പറയുന്നു. അവളുടെ മുൻപിൽ അവൻ ശരി കുഴപ്പമില്ല എന്ന് കാണിച്ചാലും അവൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഒരു ദിവസം ഇവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇവൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ റീൽസ് ചെയ്തുകൊണ്ടിരുന്നു. അവൻ ചോദിക്കാൻ വന്നപ്പോൾ അവള് ശരി ബാ രണ്ടുപേർക്കും ചേർന്നുണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവനാണെങ്കിൽ ജോലി കഴിഞ്ഞ് ടയേർഡായിട്ട് വന്നതാണ്. അങ്ങനെ അവിടെ നിന്നാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം അവർ തമ്മിൽ നിരന്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ പുതുതായിട്ട് ഒരാളിരിക്കുന്നു. ശക്തി വന്ന് പറയുന്നു എനിക്കിനി ജോലിയൊന്നും ചെയ്യാൻ വയ്യ, ഇവർ ജോലിക്കാരിയാണ്, ഇവർക്ക് ശമ്പളം കൊടുത്താൽ മതി എന്ന് പറയുന്നു. പക്ഷെ നാരായണൻ ഇതൊന്നും കോർട്ടിലേക്ക് വരാനുള്ള കാരണമായി തോന്നുന്നില്ലല്ലോ എന്ന് പറയുന്നു. അതിനുശേഷം നടന്ന 4 സംഭവങ്ങളാണ് ഞാൻ ഇവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞ് ഫസ്റ്റ് സംഭവം പറയുന്നു. ശിവാന്റെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, ഗ്രാമത്തിലാണ്. അപ്പോൾ അവൾ അവിടെ കാലിന്റെ മേലെ കാലിട്ടിരുന്നതും സ്ലീവ് ഇല്ലാത്ത ജാക്കറ്റ് ഇട്ടതും അവന്റെ പേരൻസിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെയുള്ളവരൊക്കെ ഒരുമാതിരി നോക്കുന്നുമുണ്ട്. അവനെ വിളിച്ചിട്ട് അവളോട് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയാൻ പറയുന്നു. അവനും അവളോട് കാല് താഴെയിടാൻ പറഞ്ഞപ്പോൾ ഈ ഡ്രസ്സിന് ഇങ്ങനെ ഇരുന്നാലേ നന്നായിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ശരി അപ്പൊ പോയി വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ അവൾ കേൾക്കുന്നില്ല. പിന്നെ എന്തിനാണ് നീ ഡ്രസ്സ് ഗ്ലാമറിനല്ല കംഫർട്ടിനാണ് എന്ന് പറഞ്ഞ് നീയും അതുപോലെ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എന്തിന് നീ പറഞ്ഞ് ഇവർ രണ്ടുപേരും കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പൊ പ്രശ്നമായത്. അപമാനമായിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇത്രയും ചെയ്തതിന് നായകൻ മാത്രം വെറുതെ വിടുവോ? അന്ന് അവളുടെ ഫ്രണ്ടിന്റെ ഒരു ബൊട്ടീക്ക് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അവിടേക്ക് ഇവന്റെ എൻട്രി ഇങ്ങനെയായിരുന്നു, ഹവായി ചെരുപ്പും ലുങ്കിയും. ഇതൊക്കെ കണ്ട് ശക്തിക്ക് ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടു പോയി. പിറ്റേ ദിവസം ഇവളുടെ ഒരു റീല് കണ്ടിട്ട് തെറ്റായ കമന്റുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവളോട് ഡിലീറ്റ് ആക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും കേട്ടില്ല. ഇവനാണെങ്കിൽ ആ റീല് ഇവളുടെ അച്ഛനെ അയച്ചു കൊടുത്തു. അച്ഛൻ ഇവളെ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പകരത്തിന് ഇവൻ വെള്ളം അടിച്ച് പുലമ്പുന്ന ഒരു വീഡിയോ ഇവളും സോഷ്യൽ മീഡിയസിലിട്ട് അവനെ ഡാറാക്കി. പിന്നെ ഇങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തുറക്കുന്നേയില്ല. ദേഷ്യം വന്നവൻ കതവ് തട്ടി തുറന്ന് അകത്തേക്ക് പോയി. പക്ഷെ അവൾ അടുത്തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് തുറന്നില്ല എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇവളും ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി. ഇവനും പിന്നാലെ പോയപ്പോഴാണ് കാണുന്നത് റൂമൊക്കെ ഫുള്ള് ഡെക്കറേറ്റീവ് ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, നിനക്കത് ഓർമ്മയുണ്ടോ, ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സെന്റി ഡയലോഗുകളൊക്കെ അടിച്ച് എങ്ങനെയോ അവരവിടെ ഒന്നാവുന്നു. വക്കീലും ശരി എല്ലാം സമാധാനമായല്ലോ, പിന്നെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ശക്തി ഇവനോട് പറയുന്നു ഞാൻ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോവുകയാണെന്ന്. എന്താ പെട്ടെന്ന് ഒരു തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ ഇവളുടെ ഒരു ബോയ് ഫ്രണ്ട് ഇവളെ പാർട്ട്ണറായിട്ട് ചേർക്കാമെന്ന് പറഞ്ഞവേ. മാത്രമല്ല ബ്യൂട്ടി പാർലർ തുടങ്ങുന്നത് ഇവളുടെ ഡ്രീമാണ് പോലും. അതൊന്നുമല്ല ശരിക്കും ലാസ്റ്റ് വീക്ക് ഇവളുടെ ഒരു ഫ്രണ്ട് ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പൊ ഇവൾക്കും എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ടാണ് ഇത്. മാത്രമല്ല ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ഇവൾ നമ്മളെ ലോൺ എടുക്കാനാണ് ഉപയോഗിക്കുന്നു എന്നിവന് സംശയം. ഇതൊന്നും
അതൊന്നും വേണ്ടടി എന്ന് പറയുമ്പോൾ ഞാനൊന്നും നിന്നോട് പെർമിഷൻ ചോദിച്ചില്ല, എന്റെ ഡ്രീം നിന്നോട് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. നിനക്ക് പാർലറാണ് ഡ്രീം എന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സ് എന്തെങ്കിലും എടുത്ത് പഠിക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്തൊന്ന് ട്രെയിൻ ആകുക. അതൊന്നും ചെയ്യില്ല, കാരണം നിനക്ക് ജോലി ചെയ്യുന്നതേ ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഇത് നിന്റെ ഡ്രീം അല്ല, വേറൊരാളുടെ ഡ്രീമാണ്. ശരിക്കും ഇവൾക്ക് സിഗരറ്റ് വലിക്കാനേ ആവില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് അവൾ ഒരു ഇൻഡിപെൻഡന്റ് വുമൺ എന്ന് അവളുടെ വിചാരം. ശിവ എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് ഇവൾക്കൊന്നുമേ മറുപടി പറയാൻ കഴിയുന്നില്ല. ഇവൻ അവന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞപ്പോൾ ശക്തി ഇതെല്ലാം കേട്ട് കരഞ്ഞു മയങ്ങി വീഴുന്നു. മാത്രമല്ല അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡും വരുന്നു. പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് ഇവന് വലിയൊരു ഷോക്ക് ഉണ്ടായിരുന്നത്. അവള് പ്രഗ്നന്റ് ആയിരുന്നു, ഇപ്പൊ അബോർട്ടായി എന്ന് ഡോക്ടർ പറയുന്നു. ശക്തി പ്രഗ്നന്റ് ആയ കാര്യമേ ഇവനക്ക് അറിയില്ലായിരുന്നു. അത് പറയാൻ കൂടി വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവൻ അതിൽ നല്ലപോലെ ഗിൽട്ടുണ്ട്. അവൻ വക്കീലിനോട് പറയുന്നു, വുമൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചു, അവൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. നാരായണന് ഈ കേസിൽ ഹാജരാകാൻ പറ്റില്ല, അതുകൊണ്ട് ഇവന്റെ സീനിയർ സിദ്ധുവാണ് ഇവന്റെ കൂടെ പോകുന്നത്. അപ്പോഴാണ് ശക്തിയും അവളുടെ വക്കീലും വന്നത്. അപ്പോൾ വക്കീൽ വേറെ ആരുമായിരുന്നില്ല, ഈ നാരായണന്റെ എക്സ് വൈഫ് ആയിരുന്നു. അവർ ഡിവോഴ്സ് ആയിട്ട് ഇപ്പൊ 2 വർഷമായി. ഇത് കണ്ടതും രണ്ടുപേർക്കും പരസ്പരം ജയിക്കാനുള്ള വെറിയായി. ഈ വക്കീൽ അവനെ എങ്ങനെയെങ്കിലും ജയിലിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാരായണൻ പുറത്തു നിന്ന് തന്നെ സിദ്ധുവിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ശക്തിനെ ട്രിഗർ ആക്കുന്ന പോലെ ഓരോന്ന് പറഞ്ഞു. ഇവളും ഇൻസ്പെക്ടറുടെ മുന്നിൽ വയലന്റ് ആയപ്പോൾ ഇവളുടെ മേലെയായിരിക്കും തെറ്റെന്ന് പറഞ്ഞ് പോലീസ് ഈ കേസ് കോർട്ടിലേക്ക് മാറ്റിയിട്ട് ഇവരോട് പോകാൻ പറയുന്നു. ഭർത്താവിന്റെ മുന്നിൽ തോറ്റുപോയത് ഈ വക്കീല് നല്ലപോലെ നാണക്കേടായി. ശേഷം സിദ്ധു നാരായണനെ പറ്റി പറയുന്നുണ്ട്. ഡിവോഴ്സ് ആയിട്ട് 2 വർഷമായി. പ്രശ്നം എന്താന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഫാമിലി ഫൈറ്റ്, ഈഗോ, ഇതൊക്കെ തന്നെ. നാരായണൻ എത്ര പറഞ്ഞിട്ടും അവൾ കേട്ടില്ലായിരുന്നു. എന്തൊക്കെയാ കേസിട്ട് നാരായണനെ 2 വർഷം ബാർ കൗൺസിലിൽ നിന്നും ബാൻ ചെയ്യിപ്പിച്ചു. മാത്രമല്ല അവർക്കൊരു മോളും ഉണ്ട്. നാരായണൻ കാണണ്ട എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ അവളുടെ സിസ്റ്ററുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. സിദ്ധു പറയുന്നു, നീ ലക്കിയാണ്, ഇന്നത്തോടെ നാരായണന്റെ ബാന് കഴിയും, അവൻ ഇനി എവിടെ വേണമെങ്കിലും ഹാജരാകാമെന്ന് പറയുന്നു. ശേഷം കോർട്ടിൽ ലക്ഷ്മി വക്കീല് ഡൈവേഴ്സിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു. ഇന്നുപോലെ തല്ലിയത് കൊണ്ടാണ് അബോർട്ടായത് എന്നൊക്കെ. നാരായണനും തല്ലിയത് കൊണ്ട് മാത്രമാണ് അബോർട്ടായതിന് തെളിവില്ല എന്ന് പറഞ്ഞ് അടുത്ത ഹിയറിംഗിലേക്ക് മാറ്റിവെക്കുന്നു. ഈ പ്രശ്നം ഇവരുടെ പേരൻസിനും ഇപ്പോഴാണ് അറിയുന്നത്. മിണ്ടാതെ അവൾക്ക് ഡൈവേഴ്സ് കൊടുത്തിട്ട് വാടാ എന്ന് ഇവന്റെ പേരൻസും പറയുന്നുണ്ട്. അവളുടെ പേരൻസിനും പറഞ്ഞ് അവളെ കൂട്ടിയിട്ട് വരാനായിട്ട് പോയി. പക്ഷെ അവൾ എത്ര പറഞ്ഞിട്ടും വന്നൊന്നുമില്ല. ശേഷം അടുത്ത ഹിയറിംഗിൽ റിപ്പോർട്ടിലൊന്നും ഇവൻ അടിച്ചതായിട്ട് ഒന്നുമേ തെളിവില്ല. അപ്പോൾ ഇവൻ അമിതമായിട്ട് മദ്യപിക്കുന്നവനാണ്, ഡോസിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് പറയുന്നു. ജഡ്ജും ആ ടെസ്റ്റ് എടുക്കാനായിട്ട് അടുത്ത ഹിയറിംഗ് വെക്കുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ കുറ്റങ്ങളായിട്ട് അവനെ പറ്റി പറയുന്നുണ്ട്. അവസാനം ജഡ്ജ് ചൂടായി, എവിഡൻസ് ഒന്നുമില്ലാതെ വെറുതെ കുറ്റങ്ങൾ പറയണോ എന്ന് പറഞ്ഞ് ശേഷം അടുത്ത ഹിയറിംഗ് ഇവർ കോർട്ടിന് വെളിയിൽ നിൽക്കുകയാണ്. ശേഷം ഇവന്റെ ഭാര്യയും വന്നു. അപ്പോൾ കൂടെ പുതിയതായിട്ട് ഒരു പെണ്ണും ഉണ്ടായിരുന്നു. എന്താണെന്ന് നാരായണൻ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കും ഇവനും ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് വാങ്ങണമെന്നാണ് അവരുടെ പ്ലാൻ. നാരായണന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആബ്സെന്റ് ആയാലും ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും അടുത്ത ഹിയറിംഗിലേക്ക് ആക്കണമെന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ജഡ്ജിന്റെ കാർ വരുമ്പോൾ ഇവനെ തള്ളിവിട്ട് ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നു. അങ്ങനെ വീണ്ടും ഒരാഴ്ച സമയം കിട്ടി. ഡിവോഴ്സ് ആയാൽ ഇവന്റെ സ്വത്തിൽ 50%ഉം മെയിന്റനൻസ് ആയിട്ട് 10,20,000 റുപ്യ മാസം കൊടുക്കണമെന്ന് പറയുന്നു. അത് ഒഴിവാക്കാനായിട്ട് നാരായണൻ ഇവന്റെ പേരിലുള്ള സ്വത്തൊക്കെ ഇവന്റെ അനിയന്റെ പേരിലേക്ക് ആക്കുന്നു. മെയിന്റനൻസ് കൊടുക്കാതിരിക്കാൻ 10-12 ലക്ഷം കടമുള്ളതായിട്ടും പത്രം റെഡിയാക്കുന്നു. ശക്തിയാണെങ്കിൽ ജോലിക്കായിട്ട് സൊമാറ്റോയിൽ ഓടുന്നു. ഇവൾക്കാണെങ്കിൽ ജോലി ചെയ്യാനേ താല്പര്യമില്ല. പക്ഷെ എന്നാലും ഇപ്പൊ വേറെ വഴിയില്ല. അങ്ങനെ ഒരു ദിവസം ശക്തി ഡെലിവറി കൊടുക്കുന്നത് ശിവയും കണ്ടു. ഇവനാണെങ്കിൽ വൈഫ് കഷ്ടപ്പെടുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ശേഷം ലക്ഷ്മി ഈ കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഭാരതി എന്നൊരു ഫെമിനിസ്റ്റിനെ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ അവർ അവരുടെ ഹസ്ബൻഡിന് ചായ കൊടുക്കുന്നത് കണ്ട് ഇവർ രണ്ടുപേരും ഷോക്ക് ആവുന്നു. അവരും ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് എന്റെ ഭർത്താവിന് ചായ പോലും കൊടുക്കാൻ പാടില്ലേ എന്ന് പറയുന്നു. ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ വിചാരിക്കുന്നത് ആണുങ്ങളോട് അഹങ്കാരം കാണിക്കുന്നതും അവർ ചെയ്യുന്നത് നമ്മളും ചെയ്യണമെന്നും. അങ്ങനെയാണ് ഇവൾ അവന്റെ അടുത്ത് നിന്നും ഇടയ്ക്ക് സിഗരറ്റ് വാങ്ങി വലിക്കുന്നത്. പക്ഷെ അത് അവൾക്ക് ഇഷ്ടവുമല്ല, അവൾക്ക് സെറ്റാവുന്നുമില്ല. ശേഷം ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷമാണ് വക്കീലിനടക്കം ഫെമിനിസം എന്താണെന്ന് അറിയുന്നത്. മെയിന്റനൻസ് കൊടുക്കാതിരിക്കാൻ ഇത്രയും വഴിയുള്ളപ്പോൾ അതെന്തുകൊണ്ടാണ് ഒന്നും നിങ്ങളുടെ കേസിൽ അപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് പേരൻസ് ആരുമില്ല, അവൾക്ക് എന്റെ പൈസ വേണമെന്നല്ല, എങ്ങനെയെങ്കിലും എന്നെ ജയിക്കണമെന്നായിരുന്നു. നമ്മൾ സമ്പാദിക്കുന്നതും അവർക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് കൊടുത്തു എന്ന് പറയുന്നു. ഇവനും ശക്തി ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നതും പറഞ്ഞ് കരയുന്നു. ഒരുപക്ഷെ ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇരിക്കാൻ വിട്ടതാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നും പറയുന്നു. ശേഷം കോർട്ടിലേക്ക് വരുന്നു. ഇത്തവണ എപ്പോഴുമുള്ള ജഡ്ജായിരുന്നില്ല, ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ജഡ്ജ് ശിവയോട് മ്യൂച്വൽ ഡിവോഴ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ എപ്പോഴും അല്ല എന്ന് പറഞ്ഞവൻ അന്ന് ഓക്കെ പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും ശക്തിക്കും ഷോക്കായി. ഡിവോഴ്സിന് ശേഷം ശക്തി കഷ്ടപ്പെടാതിരിക്കാനാണ് മെയിന്റനൻസ് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ മ്യൂച്വലിന് ഓക്കെ പറഞ്ഞത്. എന്നാലും ഫൈനലായിട്ട് ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞ് ജഡ്ജ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു.
പറയുന്നു. എല്ലാം ഈഗോ പ്രശ്നമാണെന്ന് പറഞ്ഞ് നാരായണൻ തുടങ്ങുന്നു. ഇവിടെ പെണ്ണുങ്ങളൊക്കെ ശരിക്കും ഫെമിനിസം എന്താണെന്ന് അറിയാതെ ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ഈഗോ ക്ലാഷ് ആയിട്ട് ജീവിതം കളയുന്നു. ഇങ്ങനെ ഫെമിനിസം പറയുന്നവരാരെങ്കിലും അവരുടെ സ്വന്തം പൈസയിലാണോ കല്യാണം കഴിക്കുന്നത്? പാരന്റ്സിന്റെ പൈസയിൽ ഗ്രാൻഡ് ആയിട്ട് കല്യാണം കഴിച്ച് അവരെ കടങ്കാരാക്കി ഇവരും സിമ്പിൾ ആയിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് പോകുന്നു. അതേസമയം പെണ്ണുങ്ങൾ സമ്പാദിച്ചാൽ അതൊരു വലിയ കാര്യമായിട്ടും ആണുങ്ങൾ സമ്പാദിക്കുന്നത് കടമയായിട്ടും മാറുന്നു. അവർ സമ്പാദിക്കുന്നത് അവർക്ക് വേണ്ടി ചിലവാക്കാതെ പകലായിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ വൈഫ് എല്ലാവരും ഹസ്ബൻഡിനോട് എന്തുകൊണ്ടാ ടൈം സ്പെൻഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ ആണുങ്ങളുടെ പെയിനൊക്കെ നാരായണൻ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ലക്ഷ്മിക്കും ശക്തിക്കും അവരുടെ കഷ്ടങ്ങൾ മനസ്സിലാകുന്നത്. ഇവര് ശിവയ്ക്കെതിരെ കുറെ കംപ്ലൈന്റ്സ് കൊടുത്തിട്ടും അതെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് പോരാടിയതല്ലാണ്ട് ശക്തിക്കെതിരെ ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് അവളുടെ അമ്മ പറഞ്ഞതും ഫെമിനിസ്റ്റ് ഭാരതി പറഞ്ഞതും ചിന്തിച്ച് ഇവൾ അവിടെ തന്നെ ഡിവോഴ്സ് വേണ്ട എന്ന് പറയുന്നു. എങ്ങനെയോ ഒരു വഴി അവർ രണ്ടുപേരും ഒന്നാകുന്നു. ലക്ഷ്മി മോൾക്ക് വിളിച്ചിട്ട് അച്ഛനെ വീഡിയോ കോൾ ചെയ്യാനായിട്ട് പറഞ്ഞു. നാരായണൻ അവന്റെ മോളെ കണ്ടത് നല്ല സന്തോഷമായി. അങ്ങനെ ഇതോടെ ഈ മൂവിയും അവസാനിക്കുന്നു. ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.